ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും. അനന്തപുരിയെ അടുത്തറിഞ്ഞും തുണിപ്പറിഞ്ഞും കളത്തിലുണ്ട്. മനസ്സ് മുഴുവൻ മലയാളിക്കായി ഒഴിഞ്ഞു വെച്ചൊരു സേവകനല്ലോ. ലോകം കണ്ടും ജ്ഞാനം കൊണ്ടും നേടിയെടുത്തൊരു പിൻബലമുണ്ട്. യുവാക്കളെല്ലാം കൊതിച്ച പോലെ അവർക്ക് നൽകും പുതിയ സമൃദ്ധി. അനന്തപുരിയെ മികച്ചതാക്കാൻ ഉറച്ചു നീങ്ങും അർപ്പിതനല്ലോ. നല്ല കാലം നൽകാനായി ഉശിരോടെ രാജീവുണ്ടല്ലോ. മീൻവല വീശും പൂന്തുറ തൊട്ട് പൊന്മുടിയോളം താമരവിരി. പറയുന്നതെല്ലാം ചെയ്യാനായി ഉശിരോടെ രാജീവുണ്ടല്ലോ. ഇനി കാര്യം നടക്കുമാരും കൊതിച്ച നേരം വരുത്തിടാൻ. ശുഭകാലം തരുന്ന നന്മത്തിളക്കമെങ്ങും പരത്തിടാൻ. നിറവേറുന്നതു മാത്രം പറയാനായി കരുത്തനായി ഒരു നവസാരഥി വരവായി. അത് രാജീവ് ചന്ദ്രശേഖർ, രാജീവ് ചന്ദ്രശേഖർ. മോദി, മോദി, ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ. മോദി, മോദി, ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ. മോദി, മോദി, ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ. ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും. ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും. അനന്തപുരിയെ അടുത്തറിഞ്ഞും തുണിപ്പറിഞ്ഞും കളത്തിലുണ്ട്. മനസ്സ് മുഴുവൻ മലയാളിക്കായി ഒഴിഞ്ഞു വെച്ചൊരു സേവകനല്ലോ. ലോകം കണ്ടും ജ്ഞാനം കൊണ്ടും നേടിയെടുത്തൊരു പിൻബലമുണ്ട്. യുവാക്കളെല്ലാം കൊതിച്ച പോലെ അവർക്ക് നൽകും പുതിയ സമൃദ്ധി. അനന്തപുരിയെ മികച്ചതാക്കാൻ ഉറച്ചു നീങ്ങും അർപ്പിതനല്ലോ. നല്ല കാലം നൽകാനായി ഉശിരോടെ രാജീവുണ്ടല്ലോ. മീൻവല വീശും പൂന്തുറ തൊട്ട് പൊന്മുടിയോളം താമരവിരി. പറയുന്നതെല്ലാം ചെയ്യാനായി ഉശിരോടെ രാജീവുണ്ടല്ലോ. ഇനി കാര്യം നടക്കുമാരും കൊതിച്ച നേരം വരുത്തിടാൻ. ശുഭകാലം തരുന്ന നന്മത്തിളക്കമെങ്ങും പരത്തിടാൻ. നിറവേറുന്നതു മാത്രം പറയാനായി കരുത്തനായി ഒരു നവസാരഥി വരവായി. അത് രാജീവ് ചന്ദ്രശേഖർ, രാജീവ് ചന്ദ്രശേഖർ. മോദി, മോദി, ഇത് മോദിയുടെ ഗ്യാരണ്ടി.
നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ. മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ. മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ. ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും. ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും. അനന്തപുരിയെ അടുത്തറിഞ്ഞും തുടിപ്പറിഞ്ഞും കളത്തിലുണ്ട്. മനസ്സ് മുഴുവൻ മലയാളിക്കായി വെച്ചൊരു സേവകനല്ലോ. ലോകം കണ്ടും ജ്ഞാനം കൊണ്ടും നേടിയെടുത്തൊരു പിൻബലമുണ്ട്. യുവാക്കളെല്ലാം കൊതിച്ച പോലെ അനന്തപുരിയെ മികച്ചതാക്കാൻ ഉറച്ചു നീങ്ങും അർപ്പിതനല്ലോ. ഈ മലവീശും തുറതൊട്ട് പൊന്മുടിയോളം താമര വിരി. ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇനി കാര്യം നടക്കുവാനും കൊതിച്ച നേരം വരുത്തിടാൻ. ശുഭകാലം നിറവേറുന്നത് മാത്രം പറയാനായി കരുതനായി ഒരു നവസാരഥി വരവായി. അത് രാജീവ് ചന്ദ്രശേഖർ, രാജീവ് ചന്ദ്രശേഖർ. മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ. മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ. മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ. ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും. ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും. അനന്തപുരിയെ അടുത്തറിഞ്ഞും തുടിപ്പറിഞ്ഞും കളത്തിലുണ്ട്. മനസ്സ് മുഴുവൻ മലയാളിക്കായി ഒഴിഞ്ഞു വെച്ചൊരു സേവകനല്ലോ.
കാര്യം നടക്കുമാരും കൊതിച്ച നേരം വരുത്തിടാൻ ശുഭകാലം തരുന്ന നന്മത്തിളക്കമെങ്ങും പരത്തിടാൻ നിറവേറുന്നതു മാത്രം പറയാനായി കരുത്തനായി ഒരു നവസാരഥി വരവായി അത് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ ഇനി കാര്യം നടക്കും 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 അനന്തപുരിയെ അടുത്തറിഞ്ഞും തുണിപ്പറിഞ്ഞും കളത്തിലുണ്ട് മനസ്സ് മുഴുവൻ മലയാളിക്കായി ഒഴിഞ്ഞു വെച്ചൊരു സേവകനല്ലോ ലോകം കണ്ടും ജ്ഞാനം കൊണ്ടും നേടിയെടുത്തൊരു പിൻബലമുണ്ട് യുവാക്കളെല്ലാം കൊതിച്ച പോലെ അവർക്ക് നൽകും പുതിയ സമൃദ്ധി അനന്തപുരിയെ മികച്ചതാക്കാൻ ഉറച്ചു നീങ്ങും അർപ്പിതനല്ലോ നല്ല കാലം നൽകാനായി ഉശിരോടെ രാജീവുണ്ടല്ലോ മീൻവല വീശും പൂന്തുറ തൊട്ട് പൊന്മുടിയോളം താമര വിരി പറയുന്നതെല്ലാം ചെയ്യാനായി ഉശിരോടെ രാജീവുണ്ടല്ലോ ഇനി കാര്യം നടക്കുമാരും കൊതിച്ച നേരം വരുത്തിടാൻ ശുഭകാലം തരുന്ന നന്മത്തിളക്കമെങ്ങും പരത്തിടാൻ നിറവേറുന്നതു മാത്രം പറയാനായി കരുത്തനായി ഒരു നവസാരഥി വരവായി അത് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി ഇനി നൽകാം അവകാശം നമ്മെ നയിച്ചിടാൻ ഇനി കാര്യം ഞാനിന്ന് എൻ്റെ ഒരു ക്യാമ്പയിനിൽ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോണായ ഒരു നോമിനേഷൻ 4-ാം തീയതി നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നോമിനേഷൻ ചെയ്ത മുമ്പും പറഞ്ഞു തിരുവനന്തപുരത്തെ പുരോഗതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു എഫേർട്ടും വേണ്ടി എൻ്റെ ഒരു ക്യാമ്പയിനും ഞാൻ ജനങ്ങളോട് അവരുടെ അനുഗ്രഹം അവരെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു, അവരെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് എൻ്റെ നോമിനേഷന് വേണ്ടി ഡൽഹിയിൽ നിന്ന് നമ്മുടെ വലിയ സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റർ ജയശങ്കർ, നമ്മുടെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ബഹുമാനപ്പെട്ട ടി പി ശ്രീനിവാസൻ സാറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ടിനും അവരുടെ അനുഗ്രഹവും ബ്ലെസ്സിങ്സിനും ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്, വളരെ താങ്ക്ഫുള്ളാണ്. 1 മുതൽ 26 വരെ ആണ്
തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം. കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രത്തോളം ഉണ്ട് വിജയ പ്രതീക്ഷ? അത് നമുക്ക് ജൂൺ 4 കാണാം. മാറ്റം വേണമെന്ന് എല്ലാവർക്കും എനിക്ക് ഒരു ഭയങ്കര ഡെഫിനറ്റ് ആയിട്ടൊരു ഫീഡ്ബാക്ക് ഉണ്ട്. ആരാണെങ്കിലും തിരുവനന്തപുരത്ത് ഇവിടെ ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. ശശി തരൂർ ഇന്നലെ പറയുന്നത് BJP കോൺഗ്രസ് കൊല്ലമായിട്ട് അങ്ങനെ കുറേ ഫിലോസഫി മിത്തിലൊക്കെ എല്ലാം അദ്ദേഹത്തിനുണ്ട്. അതിന് ഞാൻ പറയാൻ പോകുന്നില്ല. എല്ലാവരും കാണാൻ ഒരു ത്രികോണ മത്സരമാണ്. 3 കാൻഡിഡേറ്റ് ഇവിടെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. CPIൻ്റെ കാൻഡിഡേറ്റ്, കോൺഗ്രസിൻ്റെ, ഇന്ന് NDA BJP എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് BJP. ഞാൻ ആദ്യം തന്നെ വേറെ എന്തെല്ലോ ടോപ്പിക്സ് എടുത്ത് നരേറ്റ് മാറി മാറ്റി അവർ എന്തെല്ലോ ശ്രമം. ഞാൻ അതിനൊന്നും പോകാൻ പോകുന്നില്ല, വരാനും പോകുന്നില്ല. ഞങ്ങളുടെ നരേറ്റും ഞങ്ങളുടെ ക്യാമ്പയിനും ഇന്ത്യയിൽ വന്ന കഴിഞ്ഞ 10 കൊല്ലത്തിൽ കണ്ട പുരോഗതിയും വികസനവും ഡെവലപ്മെൻറ്റും തൊഴിലും സ്കില്ലിങ്ങും അതിനെ പറ്റിയാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുന്നു അത് അവരോട് വേണം. തിരുവനന്തപുരത്തെ മുഖ്യ എതിരാളി BJP എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ BJPക്ക് അതിനൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല. അതാണ് ഞങ്ങൾ നോക്കുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളും അത് നോക്കിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ പരിഹാരവും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. താങ്കളുടെ പ്രചാരണത്തിന്റെ ഒരു ഫോക്കസ് 15 വർഷത്തെ ശശി തരൂരിന്റെ പ്രവർത്തനങ്ങൾ കൂടിയാണല്ലോ പെർഫോമൻസ്. എൻ്റെ ഫോക്കസ് അതല്ല. എൻ്റെ ഫോക്കസ് തിരുവനന്തപുരത്തിന് മാറ്റം കൊണ്ടുവരാനും തിരുവനന്തപുരത്തിന് വികസനം, പുരോഗതിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു വിഷനുണ്ട്. ഞങ്ങൾക്കത് 15 കൊല്ലം ആവശ്യമില്ല. 5 കൊല്ലത്തിൽ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ടെന്നാണ് ഞങ്ങളുടെ കാൻഡിഡേറ്റ്. MP എന്നതിൽ ശശി തരൂർ ഫെയിലർ ആണെന്നുള്ള അഭിപ്രായം താങ്കൾക്കില്ലേ? അത് നിങ്ങളല്ല പറയേണ്ടത്. ഞാനാരും അതിൻ്റെ നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാ കമ്മ്യൂണിറ്റീസിൽ നിന്നും നല്ല സജഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഒരു തിരുവനന്തപുരത്ത് ഒരു വിഷൻ ഒരു 13-14 ഏപ്രിൽ വരെ തയ്യാറാവും. അത് എല്ലാവരുടെയും ഒരു എൻ്റെ 5 കൊല്ലത്തിൻ്റെ ഒരു ഡെലിവറിബിൾ ഡോക്യുമെൻ്റായി ഞാൻ 5 കൊല്ലം ഇവിടെ MP ആയിക്കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് ഞാൻ. രാജീവ്, തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും BJPയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ക്രോസ് വോട്ടിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. ക്രോസ് വോട്ടിംഗ് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് തയ്യാറെടുപ്പുകളാണ് BJP ഒരുക്കിയിട്ടുള്ളത്? ഞാൻ ഇവിടെ വലിയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ജനങ്ങൾ പോയി ഏറ്റവും എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇവിടെ ഏത് സമുദായമാണോ, എവിടെ ഏത് അസംബ്ലി സെഗ്മെൻ്റാണോ, എല്ലാവർക്കും വേണം ഒരു മുമ്പോട്ട് പോകാൻ ഉള്ളൊരു രാഷ്ട്രീയം. ഇവിടെ ആരെങ്കിലും ഒന്ന് ഈ ഒരു ലോഡ്ജ 10-15 കൊല്ലമായിട്ട് ഇവിടെ തൊഴിലില്ല, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ആ ഒരു സ്റ്റേറ്റസ് കോയിനെ മാറ്റാൻ ഒരു MP വേണമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ആ കോൺടെക്സ്റ്റിലാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇതിൽ ഇങ്ങനത്തെ ഓരോരോ പൊളിറ്റിക്കൽ കോൺസ്പിറസീസ് സമയം അതൊന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അത് നമുക്ക് നോക്കാം, ആ വരുന്ന സമയത്ത് നോക്കാം. അപ്പോൾ ഇനി കാര്യം നടക്കുമോ? കാര്യം 100% നടക്കും. ജൂൺ 4 തീയതി തിരുവനന്തപുരത്ത് മുമ്പോട്ട് പോകാൻ തുടങ്ങും. ഇവിടെ കാര്യം